ഫോമ ഇലക്ഷന് പേപ്പർ ബാലറ്റ് മതി എന്നൊരു നിർദ്ദേശം ഉയർന്നു വന്നിരിക്കുന്നു. അപ്പോൾ അത് സംബന്ധിച്ച് അന്തിമ തീരുമാനമൊന്നും ആയിട്ടില്ല എന്നാണ് മുഖ്യ ഇലക്ഷൻ കമ്മീഷണർ മാത്യു ജെരുവിൽ പറഞ്ഞത്. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് അതിന് തീരുമാനമെടുക്കേണ്ടത്. അപ്പോൾ പേപ്പർ ബാലറ്റ് വരുന്നതിനോട് നമുക്ക് എതിർപ്പ് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇലക്ട്രോണിക് വോട്ടിംഗ് ആണെങ്കിൽ കാര്യങ്ങൾ പെട്ടെന്ന് നടക്കും. ഇപ്പം ഇങ്ങനെയൊരു തീരുമാനം വരാനായിട്ട്, ഇങ്ങനെയൊരു നിർദ്ദേശം വരാനായിട്ടുള്ള കാരണം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. കാരണം ഇതുവരെ കുറച്ച് നാളായിട്ട് നമ്മുടെ ഇലക്ട്രോണിക് വോട്ടിംഗ് ആണ് നടക്കുന്നത്. അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? ഈ ഇലക്ഷനുകളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ കരുതുന്നത്. ഇനി ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്ങനെയായാലും ഈ പേപ്പർ ബാലറ്റ് ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ കരുതുന്നൊരു കാര്യമാണ് ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് ഇന്ത്യക്ക് അത്ര നല്ലതല്ല എന്ന്. കാരണം ഇന്ത്യയിലെ ആ ഇലക്ട്രോണിക് വോട്ടിങ്ങിനെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് അത് ഈ അധികാരത്തിലിരിക്കുന്ന പാർട്ടിക്ക് അവരുടെ ഇഷ്ടാനുസരണം മാറ്റിമറിക്കാനായിട്ട് കഴിയുമെന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. കാരണം അവരുടെ ആളുകൾ നാനാഭാഗത്തും ഭരണതലത്തിലും എല്ലാം ഉള്ളപ്പോൾ ഇത് മാറ്റിമറിക്കുക അത്ര പ്രയാസമുള്ള കാര്യമല്ല. കാരണം ഈ ഇലക്ട്രോണിക് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കൺട്രോൾ ചെയ്യുന്ന കാര്യമാണ്, ആർക്കെങ്കിലും കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. ആ സോഫ്റ്റ്വെയറിലോ ഒക്കെ ഒരു മാറ്റം വരുത്തുക പ്രയാസമുള്ള കാര്യമല്ല. അത് കുറച്ച് കമ്പ്യൂട്ടറുകളിൽ മാത്രം മാറ്റം വരുത്തിയാൽ മതി. അപ്പോൾ തന്നെ ഇലക്ഷൻ റിസൾട്ടിന് വലിയ വ്യത്യാസം വരും. അപ്പോൾ അങ്ങനെ ഈ ഇന്ത്യ പോലുള്ള സ്ഥലത്ത് ഒരു പേപ്പർ ബാലറ്റ് ഉണ്ടാകുന്നതാണ് നല്ലതെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അവിടുത്തെ സാഹചര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട്. കാരണം പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയിലും മറ്റും ഇങ്ങനെയുള്ള എന്തെങ്കിലും സിസ്റ്റം ഉണ്ടെങ്കിൽ അതിനെ അബ്യൂസ് ചെയ്യുക, അതിനെ ദുരുപയോഗം ചെയ്യുക, അതിന് വിദഗ്ധരാണ് നമ്മൾ ഇന്ത്യക്കാർ. എവിടെ സൂചി കുത്താനിടം കിട്ടിയാൽ തൂമ്പ കയറ്റുന്ന ആ ഒരു സ്വഭാവം ഇന്ത്യക്കാരൊക്കെ ഉള്ളതാണ്. എവിടെയെങ്കിലും പഴുത് കിട്ടിയാൽ അത് മുതലെടുക്കുക, അതിനെ അബ്യൂസ് ചെയ്യുക, അതിനെ ദുരുപയോഗം ചെയ്യുക. അപ്പോൾ അക്കാര്യത്തിലുള്ള വൈദഗ്ധ്യം, അതുകൊണ്ടാണ് നമ്മൾ ഈ ഇന്ത്യയിൽ പേപ്പർ ബാലറ്റിലേക്ക് ഒന്ന് തിരിച്ചു പോകുന്നതാണ് നല്ലതെന്ന് പലരും കണക്കാക്കുന്നത്. ഞാനും അങ്ങനെ തന്നെയാണ് കണക്കാക്കുന്നത്. പക്ഷേ ഈ ഫോമായിൽ ഇപ്പോൾ 400-500 വോട്ടുകളാണ്. ഈ 400-500 പേര് വോട്ട് ചെയ്യുന്നത് ഇലക്ട്രോണിക് വോട്ടിംഗ് ആയതുകൊണ്ട് പ്രയാസമൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. എന്ന് മാത്രമല്ല, ഈ വോട്ട് ചെയ്യാൻ വരുന്നവരാരാ? ഇപ്പോൾ ഇന്ത്യയിൽ വോട്ട് ചെയ്യാൻ വരുന്ന പാമരന്മാരോ വിദ്യാഭ്യാസം ഇല്ലാത്തവരോ അല്ല. ഇതെല്ലാം വിദ്യാഭ്യാസവും വിവരവും അറിവും സംഘടനാ പരിചയവും ഒക്കെ ഉള്ള ആളുകളാണ്. അവർക്ക് ഇത് കൃത്യമായിട്ട് നോക്കി വോട്ട് ചെയ്യാൻ ഒരു പ്രയാസവുമില്ല. അത് ചെയ്യാൻ അറിയാവുന്ന ആളുകളാണ് അവർക്കങ്ങനെ കൺഫ്യൂഷൻ വരുമെന്ന് പറഞ്ഞാൽ അതങ്ങ് വിശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം എല്ലാവിധ രാഷ്ട്രീയവും പൈറ്റിയൊക്കെ ആണല്ലോ ഈ ഡെലിഗേറ്റും ഒക്കെ ആവുന്നത്. അപ്പോൾ അവർക്കൊരു സന്ദേഹവും ഒക്കെ ഉണ്ടാവേണ്ട കാര്യമില്ല, ഉണ്ടാവുമെന്ന് കരുതാനും ഇടയില്ല. എന്ന് കരുതി ഇപ്പോൾ പേപ്പർ ബാലറ്റ് മതിയെന്ന് പറഞ്ഞാൽ ഓക്കെ, ആർക്കാണ് വിരോധം പേപ്പർ ബാലറ്റിനോട്? പക്ഷേ അതിൻ്റെ ചില സാങ്കേതിക പ്രശ്നങ്ങളാണ് ഞാൻ ഓർക്കുന്നത്. ഈ പേപ്പർ ബാലറ്റ് എപ്പോഴും അത് എണ്ണിത്തീരാനായിട്ട് ഒരുപാട് നേരമെടുക്കും, ഒരുപാട് പേരുടെ അധ്വാനം. അതിൽ കൺഫ്യൂഷനോ തെറ്റുകളോ ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലുണ്ട്. രണ്ടാമത് ഈ പേപ്പർ ബാലറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ഈ വോട്ടെണ്ണുന്നതിൻ്റെ ഇടയിലാണ് ഓരോ മാറ്റം മറിച്ചിലുകൾ നടക്കുന്നത്. അത് നമ്മൾ ഒർലാൻഡോയിൽ കണ്ടതാണ്. അന്ന് ശശിധരൻ നായർ ഇലക്ഷൻ വിജയിച്ചതായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു ഇലക്ഷൻ കമ്മീഷണർമാർ. അതിനുശേഷമാണ് അവിടെ ചിലർ വോട്ട് ചെയ്തില്ല ആ വോട്ടിങ്ങിൽ എന്തോ പ്രശ്നമുണ്ടെന്നൊക്കെ പറഞ്ഞ് ആ ഇലക്ഷൻ റദ്ദാക്കുന്നത്. അത് അതിശക്തമായിട്ട് അന്ന് നമ്മളൊക്കെ എതിർത്തതാണ്. കാരണം അത് ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിനെപ്പറ്റി ഒന്നും ചെയ്യാനായിട്ട് ഇലക്ഷൻ കമ്മീഷൻ അവകാശമില്ല, അധികാരവുമില്ല. അത് ട്രസ്റ്റി ബോർഡും മറ്റ് ഉയർന്ന സ്ഥാപനങ്ങളാണ് അതിൻ്റെ കാര്യങ്ങളിൽ ഇടപെടേണ്ടത്. അതിന് പകരം അവർ തന്നെ അതങ്ങ് റദ്ദാക്കി. അതിൻ്റെ ഫലം എന്താ നമുക്കറിയാം. സംഘടന രണ്ട് സംഘടനയായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എപ്പോഴും ഈ വോട്ടെണ്ണൽ എന്ന് പറഞ്ഞ ഒരു പ്രക്രിയയിലൂടെയാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. അതും വോട്ടെണ്ണാനുള്ള ബുദ്ധിമുട്ടുകൾ അത് കൃത്യമാവണമെന്ന് എന്താണ് ഉറപ്പ്? എത്ര പേര് ചേർന്നിരുന്ന് എണ്ണിക്കൊണ്ടിരിക്കുന്നു, അത് ഒടുവിൽ എണ്ണിത്തീരുന്നത് വരെയുള്ള ടെൻഷൻ. ഇപ്പം ഒരു വോട്ടിന് ജയിക്കുന്ന സ്ഥിതി, അപ്പം വീണ്ടും ആവർത്തിച്ചെണ്ണുന്നു. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുന്നു. അതിനൊക്കെ എളുപ്പം ഈ ഇലക്ട്രോണിക് വോട്ടിങ്ങിന് ഒരു തെറ്റ് വരാൻ കാരണം അമേരിക്കയായിട്ട് ബന്ധപ്പെട്ട സംഘടനകൾ ഒരു തെറ്റ് വരുമോ? ഈ ഏതോ കമ്പനിയാണ് അതിൻ്റെ സോഫ്റ്റ്വെയർ നൽകുന്നതെന്ന് തോന്നുന്നു. അവർക്കെന്തോ പൈസ കൊടുത്തിട്ടാണ് നമ്മളത് വാങ്ങുന്നത്, അതിൻ്റെ സംവിധാനം ഉണ്ടാക്കുന്നത്. നമ്മുടെ ലാപ്ടോപ്പിലാണ് അത് സെറ്റപ്പ് ചെയ്യുന്നത്. അവിടെ ആ കമ്പനി അതിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മുൻകൂട്ടി പറയാം. ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇന്ന കാര്യങ്ങൾ വരാം എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി പറയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. 1-2 പ്രശ്നങ്ങൾ കഴിഞ്ഞ തവണ നമ്മൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തതാണ്. 1-2 പ്രശ്നങ്ങൾ, അത് എന്താണെന്ന് ഞാനിപ്പം കൃത്യമായിട്ട് ഓർക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നാൽ ആവശ്യപ്പെടാം. അങ്ങനെയുള്ള കാര്യങ്ങളല്ലാതെ ഈ ഒരു പിന്നോക്കം പോക്കിൻ്റെ ആവശ്യമുണ്ടോ? നമ്മളെല്ലാം മുന്നോട്ടേക്കല്ലേ ചിന്തിക്കേണ്ടത്. ഈ ഇലക്ട്രോണിക് വോട്ടിങ്ങും
അതൊക്കെയാണല്ലോ ഭാവിയിലേക്കുള്ള കാര്യങ്ങൾ. ഇപ്പോൾ അമേരിക്കയിലെ ഇലക്ഷൻ വോട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ പേപ്പറിൽ വോട്ട് ചെയ്യുന്നു, എന്നിട്ടത് യന്ത്രത്തിലേക്ക് ഫീഡ് ചെയ്യുന്നു, യന്ത്രം അത് അവിടെ സൂക്ഷിച്ചു വെക്കുന്നു, എന്നിട്ട് പിന്നെ ഒരു ബട്ടൺ അമർത്തിയാൽ മതി, വോട്ടിംഗ് ബലം ഇങ്ങോട്ട് പുറത്തു വരും. എത്രയോ എളുപ്പമുള്ള കാര്യം, എത്രയോ നല്ലൊരു കാര്യം. അങ്ങനെ ഒരു സംവിധാനം പോലും ഫോമായിക്ക് ആലോചിക്കാവുന്നതാണ്. അതിന് കുറച്ച് പൈസ വരുമെന്ന് പറയുന്നു. $2000-3000 വരുന്നത് അത്ര വലിയ കാര്യമാണോ ഫോമ പോലൊരു സംഘടനയ്ക്ക്? കാരണം ഈ ഇലക്ഷന് ഈ പ്രസിഡന്റ് സ്ഥാനാർത്ഥി പോലും $1000 കൊടുക്കണം പിന്നെ പത്രിക സമർപ്പിക്കാനായിട്ട്. അങ്ങനെ എല്ലാവരും പൈസ കൊടുക്കണം. അപ്പോൾ ഏകദേശം ഒരു $35,000 അങ്ങനെ തന്നെ പിരിഞ്ഞു കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പം 30,000 ഇക്കാര്യത്തിന് മുടക്കുന്നത് ഒരു വലിയ പ്രയാസമുള്ള കാര്യമാണെന്ന് തോന്നുന്നില്ല. ഫുൾ പ്രൂഫ് ആയിരിക്കണം എന്തായാലും. ഈ ഇലക്ഷൻ ഫുൾ പ്രൂഫ് ആയിരിക്കണം. അക്കാര്യത്തിൽ നമുക്ക് യാതൊരു തർക്കവുമില്ല. ഒരു പ്രശ്നവും ഒരു സന്ദേഹവും ആർക്കും ഉണ്ടാകാൻ പാടില്ല, ആർക്കും ഒരു അലോസരം ഉണ്ടാവാൻ പാടില്ല എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അപ്പോൾ അതിന് ഏറ്റവും നല്ലതേത്? നമ്മൾ പിന്നോക്കം പോവുകയാണോ വേണ്ടത്, അതോ ഇതിലുള്ള പഴുതുകൾ അടയ്ക്കുകയാണോ വേണ്ടത് എന്ന് ഒന്നുകൂടി ആലോചിക്കുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. എന്ന് കരുതി പേപ്പർ ബാലറ്റിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ ഓക്കെ, പക്ഷേ അതിൻ്റെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും കൂടി അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു.